നെറ്റ്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചട്നിയും ഇംലി സോസുമാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്താണെന്നൊക്കെ നോക്കാം. ഗ്രീൻ ചട്നി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് രണ്ട് പച്ചമുളകും ഒരു പിടി പുതിനയിലയും ഒരു പിടി മല്ലിയിലയും, ഇനി ഒരു ലെമൻ്റെ ജ്യൂസ് ഫുള്ളായിട്ട് വേണം. അതിൽ കുരുപെടാതെ നോക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. നമ്മുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇംലി സോസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പഴുത്ത പുളി കുരുല്ലാത്തത് വേണം. ഒരു 4-5 ഈത്തപ്പഴം വേണം. ഒരു അച്ചി ശർക്കര വേണം. ഇനി ഒരു പാനിൽ വെള്ളം ചൂടാക്കി എടുക്കാം. അതിലേക്ക് ഈത്തപ്പഴവും പുളിയും ഇട്ടിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ഈത്തപ്പഴത്തിൻ്റെയും പുളിയുടെയൊക്കെ കുരു കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കുരു കളഞ്ഞതിന് ശേഷം വേവിക്കാൻ ഇടുന്നതാണ് നല്ലത്. ഈത്തപ്പഴവും പുളിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഏകദേശം റെഡിയായി ഇരിക്കുന്നത്. വെള്ളമൊക്കെ വറ്റി റെഡിയായി. ഇത്രയധികം വെള്ളം വറ്റണ്ട, ഇത്തിരി വെള്ളം ആവശ്യമാണ്. ഇനി നമുക്കൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അടിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചാൽ മതി. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഇംലി സോസും ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് തൈര് വടയിലേക്കും പാനിപൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യണം. താങ്ക് യു.